എനിക്ക് തോന്നുന്നു 2 പ്രാവശ്യം MRI എടുത്തിട്ടുണ്ടായിരുന്നു 1 മാസത്തെ ഗ്യാപ്പിൽ. അതെന്തിനാ അങ്ങനെ എടുത്തത്? ഫിസിയോതെറാപ്പി ചെയ്തായിരുന്നു 1 മന്ത്. അപ്പൊ അതിലെന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ ഡോക്ടർമാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു? ഞാൻ സ്വയം. ഈ MRI എന്ന് പറയുന്ന സംഭവം ഡോക്ടർക്ക് നിങ്ങളുടെ അസുഖം മനസ്സിലാക്കാനുള്ള ഡയഗ്നോസ്റ്റിക് ടൂളാണ്. ഞാൻ മനസ്സിലാക്കിയതോടെ എനിക്കിവിടെ വരുന്നൊരു 100 ആൾ ബാക്ക് പെയിൻ ആയിട്ട് വരണമെന്നുണ്ടെങ്കിൽ അതിൽ ഡിസ്ക് സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ട് വരുന്ന ഒരു 10 പേരുണ്ടാവുള്ളൂ മാക്സിമം. പോയി കഴിഞ്ഞാൽ ഇവർ MRI എടുത്തു കഴിഞ്ഞാൽ എല്ലാവർക്കും ഡിസ്കിന് കുറച്ച് പ്രശ്നമുണ്ടാവും. ഒരു 30 വയസ്സിന് മുകളിലുള്ള ഏതൊരാൾ MRI എടുത്തു കഴിഞ്ഞാൽ ഡിസ്കിന് എവിടെയെങ്കിലൊക്കെ ഒരു പ്രശ്നം ഉണ്ടാവും. ഞാൻ വെറുതെ പറയുന്നത് നല്ലത്. പക്ഷെ ആ ഡിസ്ക് സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടാണോ അല്ലേ എന്നുള്ളത് ഡോക്ടർ നോക്കിയിട്ട് വേണം കണ്ടെത്താൻ. നമ്മളിവിടുത്തെ മസിൽ ടൈറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലത്തെ വേദന വരും. നീർക്കെട്ട് ഇൻഫ്ലമേഷൻ വന്നു കഴിഞ്ഞാലും വരും. അല്ലെങ്കിൽ ഓവറായിട്ട് സ്ട്രെയിൻ എടുത്തു കഴിഞ്ഞാൽ റെസ്റ്റ് എടുക്കാണ്ടിരുന്നാലൊക്കെ ഈ പെയിൻ വരും. അതല്ലാതെ ഡിസ്ക് ബൾജ് കൊണ്ടായിരിക്കില്ല. ഡിസ്ക് ബൾജ് എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ആരോഗ്യം പറഞ്ഞ പേടിപ്പിച്ചിട്ടുണ്ട് അല്ലേ? എന്താ പറഞ്ഞത്? ഒരിക്കൽ ഡിസ്ക് ബൾജ് ആയി കഴിഞ്ഞാൽ പിന്നെ അത് മാറില്ല, അതുകൊണ്ട് ജീവിതം പോയി അങ്ങനെ ഒന്നും ഇല്ല. അത് ഞാൻ പറഞ്ഞത്. ഈ ആൾക്കാരുടെ നമ്മൾ ഒരു അസുഖം ഞാൻ മനസ്സിലാക്കിയതാട്ടോ, ഒരു അസുഖം ഒരാൾക്കാരോട് പറയരുത്. ചെറിയൊരു തലവേദന വന്നു കഴിഞ്ഞാൽ ഒരാൾ പറഞ്ഞാൽ ചിലപ്പോൾ അത് ട്യൂമറായിരിക്കും, ഇപ്പം ഗൂഗിള് പോലെയാണ്, അതുകൊണ്ട് വരാം, ഇല്ലായികല്ല. പക്ഷെ അതിൻ്റെയൊക്കെ നല്ല കേസസ് റയറാണ്. ഡിസ്ക് ബൾജ് വന്നത് എത്ര പേർക്ക് മാറിപ്പോയിട്ടുണ്ട്. നമ്മൾ പക്ഷെ ഒരാളോട് ഒപ്പീനിയൻ എടുക്കാന്നുണ്ടെങ്കിൽ അവർക്ക് ഇതിനെക്കുറിച്ചൊന്നും അത് അറിയില്ല. അവർ ലേമാനാണ് അല്ലെങ്കിൽ കോമൺ മാനാണ്. അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. അവരുടെ നോളജ് വളരെ എന്താ പറയുക ചുരുങ്ങിയതായിരിക്കും. അപ്പോൾ അവർ പറഞ്ഞ് പേടിപ്പിക്കാൻ ഭയങ്കര മിടുക്കരാണ്. അപ്പോൾ ഇങ്ങനെ വന്നു എൻ്റെ അപ്പുറത്ത് വീട്ടിൽ ഇങ്ങനെ വന്നിട്ട് കാല് തള്ളുന്നു, പിന്നെ കാലിളകാൻ, അങ്ങനത്തെ ഒരു സംഭവം ഈ രോഗിയുടെ മനസ്സിൽ ഇതുണ്ടാവുക. അപ്പോൾ രോഗി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യുക, ഈ ചൂടുവെള്ളത്തിൽ ചാടിയ പൂച്ച പച്ചവെള്ളം കണ്ടാലും പേടിക്കുന്ന പോലെയാണ് രോഗിയുടെ അവസ്ഥ. ചെറിയൊരു പെയിൻ വരുമ്പോഴത്തേനും ഭയങ്കര നെർവസ് ആവും. അപ്പോൾ അതിൻ്റെ ഒക്കെ റിയാക്ഷൻ എന്താവും, ബോഡി നടക്കും. ബോഡി എത്രത്തോളം വീക്കാവുകയും ചെയ്യും. ഈ പെയിൻ പിന്നെ അങ്ങനെ തന്നെ നിൽക്കും. അപ്പോൾ എപ്പോഴും പോസിറ്റീവ് ആവാം, എന്നാലും ഒരു അസുഖത്തിനെ മാറ്റാൻ പറ്റുള്ളൂ. കാരണം ഒരു അസുഖത്തിനെ മാറ്റുന്നതിൽ ഒരു ഡോക്ടറുടെ പങ്കെന്ന് പറയുന്നത് ഒരു 10% 20%. ബാക്കി നിങ്ങളുടേതാണ്. അപ്പോൾ നമ്മൾ 2 പേരും കൂടിയിട്ട് ഇതിനെ ചികിത്സിക്കുമ്പോഴാണ് അസുഖം പൂർണ്ണമായിട്ട് മാറുള്ളൂ, പിന്നെ അത് വരാതെ ഇരിക്കുള്ളൂ. അപ്പോൾ ശ്രദ്ധിക്കും. ഇനിയിപ്പോൾ നെക്സ്റ്റ് ഒരു വിസിറ്റിൻ്റെ ആവശ്യമൊന്നും ഉണ്ടാവില്ല. പറഞ്ഞെന്നുള്ള രീതിയിൽ എക്സസൈസും കാര്യങ്ങളൊക്കെ സ്ട്രെങ്ത് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കും.